പ്രചോദിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ. പ്രിയങ്കരൻ എന്ന വാക്ക് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് പൂജപ്പുര രാധാകൃഷ്ണനെ ഞാൻ കാണുന്നത്. ഏറ്റവും ഒന്നാം തരം ഒരു സംഘാടകനായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും സ്നേഹത്തോടെയുള്ള സമീപനം, അതുപോലെ തന്നെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിന്റെ കണ്ണീരൊപ്പുക എന്ന ഇടതുപക്ഷ തത്വശാസ്ത്രത്തിന്റെ മുറുകെ പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൂജപ്പുര രാധാകൃഷ്ണൻ. സങ്കടത്തോടെ ആര് വിളിച്ചാലും അവിടെ ഓടിയെത്തി അവരുടെ കണ്ണീരൊപ്പാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുമ്പും പൂജപ്പുര രാധാകൃഷ്ണൻ കഴിയുന്നത്. ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. സിനിമയിലെ ടെലിവിഷനിലെ നടീനടന്മാർക്ക് യാതൊരു സംഘടനയും ഇല്ലാതെ എല്ലാം പല സംഘടനകളും ഉണ്ടായിരുന്നു, എല്ലാം പൊളിഞ്ഞു തകർന്നു നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആത്മ എന്നൊരു സംഘടന രൂപീകരിക്കുന്നത്. അങ്ങനെ പ്രസിഡന്റായി തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് എന്റെ ആദ്യ യോഗം നടക്കുന്നത്. ഒരു ചെറിയ യോഗത്തിൽ വെച്ച് എന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കുറെ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ വെച്ച് പൂജപ്പുര രാധാകൃഷ്ണൻ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, കാരണം പൈസയൊന്നുമില്ല. അപ്പൊ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഇനി പൈസ ചെലവാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. ഏതാണ്ട് ആ സംഘടനയ്ക്ക് തന്നെ 10 വർഷത്തോളം പൂജപ്പുര രാധാകൃഷ്ണൻ സെക്രട്ടറിയായി. അന്ന് ഈ സംഘടനയ്ക്ക് ഓഫീസില്ല. ഓഫീസ് എന്ന് പറയുന്നത് പൂജപ്പുര രാധാകൃഷ്ണന്റെ ഒരു മാരുതി 800 കാറാണ്. ഈ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സർവ്വ കണക്കുകളും സീലും ലെറ്റർ പാടും കൊണ്ട് ഈ മനുഷ്യൻ അനഞ്ഞ് നടന്നാണ് ആത്മ എന്ന സംഘടന, ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ള ആത്മ എന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്തത്. ടെലിവിഷന്റെ അകത്ത് ഏറ്റവും കരുത്തുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തത് ഈ നമ്മൾ ഒരു സീരിയലിൽ കാണുന്ന നടനായി നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന പൂജപ്പുര രാധാകൃഷ്ണനായിട്ട് കാണുന്ന ഈ മനുഷ്യനാണ് അതിന് പുറകിൽ. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാൾ ജഗതിയിലേക്ക് വരേണ്ടതുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു, 15 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം. പ്രശാന്ത് മേയറായിരുന്നല്ലോ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മേയറായിരുന്നു. അതിനുശേഷം നമ്മുടെ 5 വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും BJP വാർഡുകളിൽ വികസനം, ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവമായ മെമ്പർമാർ മാത്രം. അത് ചില BJP ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അത്യപൂർവമായി മാത്രമാണ് അവർ പ്രതിനിധാനം വാർഡുകളിൽ വികസനം ഉണ്ടാവുന്നത്. അവരെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നതറിയാം, മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാള് വരുമ്പോൾ ഞങ്ങൾ വികസനം തരാണ്. അത് ജന്മത്തിൽ നടക്കത്തില്ല. കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം BJP കേരളം ഭരിക്കത്തില്ല. അന്ന് വികസനം തരാമെന്നുള്ള മണ്ടത്തരം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പറയും, എല്ലാവരും നമ്മൾ നിങ്ങൾ വികസനം ഒന്നും കൊടുക്കുക, അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും. അപ്പോഴും അത് വരുമ്പം കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വരത്തില്ല. കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുള്ളത്തോളം ജനാധിപത്യ വിശ്വാസികളുള്ളത്തോളം കാലം ഇവിടെ വരത്തില്ല. നമ്മൾ അത് മനസ്സിലാക്കി. അങ്ങനെ ഒരു വികസനമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കടുത്ത മത്സരത്തിന് നമ്മൾ ഇറങ്ങുകയാണ്. ജാതിയും മതവുമല്ല നമുക്ക് പ്രധാനം, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ സങ്കടത്തെ അറിയുകയും അടുത്തു നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല. തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9.5 വർഷമായി ഈ സംസ്ഥാനത്ത് ആകമാനം എന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. UDF പറഞ്ഞിട്ട് ഞങ്ങളാണ് ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ച അല്ല. സഖാവ് വിജയ സച്ചിദാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കും 500 രൂപയായിരുന്നതിന് അതിനു മുമ്പ് 50 രൂപയും 100 രൂപയായിരുന്നു. ആ ക്ഷേമ പെൻഷനെ 500 ആക്കി. അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ 600 പ്രഖ്യാപിച്ചു. പക്ഷെ കൊടുത്തില്ല. 18 മാസം അധികാരത്തിൽ തുറന്നിട്ടും ഇതിൽ 5 പൈസയും കൊടുക്കാതെ ഇറങ്ങിപ്പോയി. പിണറായി വിജയൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആ കുടിശ്ശിക 16 കുടിശ്ശിക മുഴുവൻ കൊടുത്ത് 1200 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 1200, പിന്നെ അത് 1600 ഇപ്പോൾ 2000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന 4.5 വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രശാന്തും ഒക്കെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ 900 കാര്യങ്ങൾ പറയുന്ന പ്രകടന പത്രിക, ആ പുസ്തകത്തിൽ പറയുന്ന 2000 രൂപയിലേക്ക് നമ്മളത് കൊണ്ടുവന്നു. 900 കാര്യങ്ങൾ ഒരു സർക്കാർ
പ്രകടന പത്രിക, നമ്മൾ ഈ കണ്ട് തമാശയായിട്ട് പറയും പ്രകടന പത്രികയാണ് ഒരു തമാശ, കാരണം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികകൾ വാഗ്ദാനത്തിന്റെ പുസ്തകമല്ല, പ്രവൃത്തിയുടെ പുസ്തകമാണ്. അതിൽ പറഞ്ഞ 900 കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ 4.5 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് പറയണം. ജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട്. കാരണം ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത്, ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാണ് സംരക്ഷകൻ, ആരാണ് ലീഡർ, ആരാണ് നേതൃത്വം കൊണ്ട് കരുത്തു പകരുന്നത്. ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന, കേരളത്തിന് പുരോഗതി കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതു മുന്നണിക്ക് കഴിയുള്ളൂ എന്നറിയാം. മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ്. അല്ല ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുര കിടന്നും ഗതി കിടന്നും അടികൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എവിടെയാണോ മതേതരത്വം ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ. നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക, ജാതിയുടെയും മതത്തിനും പേര് തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല. നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ, UAE എന്ന് പറയുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനം വരുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം, ഒരേ മര്യാദ, ഒരേ രീതി. അതിന്റെ പേരിൽ ഒരു തർക്കമോ വഴക്കോ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോഴേ ശിക്ഷിക്കപ്പെടും. അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇതേ രാജ്യം എടുത്തു. ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ, അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ. പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട് പുരോഗമിക്കുന്ന, കേരളം ഇന്ന് പുരോഗമിക്കുന്നത് ജാതിമത വ്യവസ്ഥകൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് പണി ഏതാണ്ട് തീർന്നു. പണിയാൻ ആര് പണം മുടക്കി എന്നുള്ളതല്ല, ഏതാണ്ട് 5000 കോടിയിലധികം രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ദേശീയ പാത വരണം, വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന ഒരു 6 വരി പാത ഉണ്ടാകണം എന്ന ശ്രീ പിണറായി വിജയന്റെ കാഴ്ചപ്പാട്. അദ്ദേഹം അത് അധികാരത്തിൽ വന്ന അന്ന് മുതൽ അത് സ്ഥലമേറ്റെടുക്കാൻ പോയി. സ്ഥലമേറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് സംതൃപ്തിയോടെ, എവിടെയെങ്കിലും ഒരു അസംതൃപ്തി സ്ഥലമേറ്റെടുത്തതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് കേരള സർക്കാർ കൊടുത്തത്. കേന്ദ്ര സർക്കാർ തരാതിരുന്നപ്പോൾ നമ്മളാണ് കൊടുത്തത്. കാസർഗോഡ് മുതൽ ഇനി തിരുവനന്തപുരം വരെ, അങ്ങ് പാറശാല വരെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ നൽകിയത്. കോടാനുകോടി രൂപയാണ് ആളുകളുടെ അക്കൗണ്ടിലുള്ളത്. കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്തത്. കാരണം ആ സ്ഥലമെടുപ്പിലൂടെ ഒരു വലിയ റോഡ് ഉണ്ടാകുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതാരും മിണ്ടുന്നില്ല. ആ പണം മുഴുവൻ ചെന്നത് എവിടെയാണ്? ജനങ്ങളുടെ പോക്കറ്റിലാണ്, ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. അവിടെ എത്തുകയും അത് വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു 6-7 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയാവും. ഇപ്പൊ പ്രധാനപ്പെട്ട UDF-ന്റെ ജോലി എന്താണ്? BJP-യുടെ ജോലി കുറ്റം പറയാം. BJP ഉണ്ടായിരിക്കുന്ന വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഭരണമായതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാം. അല്ലെങ്കിൽ എന്താ പരിപാടിക്ക് ഞങ്ങളിത് എതിരാണ്. ആര്? ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഞങ്ങൾ ഇതിന് എതിരെ. ഏതാ ഈ നാഷണൽ ഹൈവേ പണിയുന്നതിനും ഈ വികസനത്തിലൊക്കെ ഏതാ? എന്നാൽ വേഗത്തിൽ 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന അതിവേഗ പാത ട്രെയിൻ തുടങ്ങാം. ഞങ്ങൾ ഇതിനെതിരാ. എന്തിനാണ് യോഗ്യത? ഞങ്ങൾ എതിരാന്ന് പറഞ്ഞത്. നാഷണൽ ഹൈവേക്ക് ഞങ്ങൾ എതിരാ. കാരണം UDF ആയിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ നടക്കത്തില്ല, ഇതിവിടെ ഉണ്ടാവില്ല. പ്രശാന്ത് സംസാരിക്കുന്നുണ്ടോ? ഇവിടെ ഇത് ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഉണ്ടായതുകൊണ്ടാണല്ലോ കുറ്റം പറയുന്നത്. ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത താല്പര്യം, എടുത്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഓരോ ദിവസവും അതിനുവേണ്ടി കണ്ടെത്തിയ സമയം, ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളാണെങ്കിൽ എന്താ UDF ആണെങ്കിൽ റോഡ് ഉണ്ടാവില്ല, അതിന് പറയുന്ന തർക്കമൊന്നുമില്ലല്ലോ. റോഡ് ഉണ്ടാവില്ല, തർക്കവുമില്ല, പണിയും അപാകതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന പണിയിൽ നമ്മളെന്ത് പറയാൻ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്കതിന് സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിനുവേണ്ടി നമ്മൾ കോടിക്കണക്കിന് ചെലവഴിച്ചു. വിഴിഞ്ഞം തുറമുഖം വന്നു, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റുകളെ കണക്കെടുത്താൻ ഒരു നോട്ടീസ് അടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഇരിപ്പുണ്ട കണക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാ വീട്ടിലും കൊടുക്കണം. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ ഇന്ന് ചെലവായിരിക്കുന്നതിന്റെ 2/3 ഭാഗം തുകയും ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അല്ല കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം വരെ 5 പൈസ തന്നിട്ടില്ല.
850 കോടി രൂപ വയബിലിറ്റി ക്യാപ് ഫണ്ട് തരാം. അതായത് ഈ നടത്തുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിച്ചാൽ, തുടക്കത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്തി കൊടുക്കാനുള്ള ഫണ്ട് തരാം. പക്ഷെ ആ 850 കോടി രൂപ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന 30 വർഷം കൊണ്ടാണ്. അന്ന് കൊടുക്കേണ്ടത് 20,000 കോടി രൂപയാണ്. ആര്? കേരള ഗവൺമെന്റ്. കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് 20,000 കോടി രൂപയാണ്. തരുന്ന 850 കോടി രൂപ തരാമെന്ന് പറയുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഇന്ന് മുടക്കിയിരിക്കുന്നത് 2/3 ഭാഗം ചെലവഴിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ബാക്കി 3/1 ഭാഗം അദാനിയുടെ കമ്പനിയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് കേരള സർക്കാർ. കണക്കെടുത്ത് പഠിക്കണം. ഓരോ വീട്ടിലെയും ജനങ്ങളെ പറഞ്ഞോ. ഇവിടെ പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദിയുടെ പണം വെച്ച് പോസ്റ്റ് അടിക്കാൻ, ഫ്ലെക്സ് അടിക്കാനും പൈസ ചെലവാക്കി അല്ലാതെ 5 പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്ന് വരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല. ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ചെലവഴിച്ചിട്ടില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. അവകാശവാദങ്ങളുമായി ഇവരെയാണ്. സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഇന്ന് വരെ ചെലവഴിച്ചതിന്റെ 2/3 ഭാഗം തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഞാൻ എടുത്തുതരാം. എന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ എടുത്തുതരാം. നിങ്ങൾ അടിച്ചിട്ട് എല്ലാം നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം. ഇത് ആരാണ് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? കേരളത്തിൽ ഇത് ആരാണ്? ഉമ്മൻചാണ്ടി എഗ്രിമെന്റ് ഒപ്പിട്ടു. ഉമ്മൻചാണ്ടി എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന അദാനിയുമായുള്ള എഗ്രിമെന്റിൽ 2040 ലാഭത്തിന്റെ വിഹിതം തന്നാൽ മതി എന്നായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. 2026 ലാഭത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകണം അദാനി കമ്പനി. ഈ നമ്മളെ 3/2 ഭാഗം പൈസ മുടക്കിയിട്ട് നമുക്ക് ലാഭത്തിന്റെ വിഹിതം ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെന്റ് അനുസരിച്ച് 2040 എന്നാൽ 2040 അദാനിയുടെ കമ്പനി ലാഭത്തിന്റെ ഓഹരി സംസ്ഥാന സർക്കാർ തന്നാൽ മതിയായിരുന്നു. പിണറായി വിജയൻ മാറ്റിയ എഗ്രിമെന്റ് എന്താണ്? 2026 പണം തന്നു തുടങ്ങണം. അവര് ലാഭത്തിന്റെ ഒരു ഓഹരി നമുക്ക് തന്നു തുടങ്ങണം. ഇതൊക്കെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇവിടെ BJP പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എല്ലാം അവരുടേതാണെന്ന് പറയുക. UDF പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾ ഓർത്തു, സ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. സ്വപ്നം കണ്ടതല്ല. കഴിഞ്ഞ 9.5 വർഷവും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതി, ആ പദ്ധതിയെ ശ്രദ്ധയോടെ കണ്ട് ഓരോ പ്രശ്നങ്ങളും, ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചർച്ച ചെയ്തും പറഞ്ഞും പരിഹരിച്ചും ഇത് യാഥാർത്ഥ്യമാക്കി തന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന് ജനങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ, കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാകുന്ന ഈ തുറമുഖം വേറെ ആരോ കൊണ്ടു തന്നാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. യാതൊരു പ്രചരണവും അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ തിരുവനന്തപുരത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിച്ചിട്ടുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ആ റോഡ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം എല്ലാം, ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷ ഒരു കൗൺസിലറായിരുന്നു, ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത വികസന പ്രവർത്തനങ്ങൾ, തൈക്കാട് മുതൽ വഴുതക്കാട് വഴി കവടിയാർ വരെയുള്ള റോഡ് ഇപ്പൊ പണി പൂർത്തിയാക്കിയ ആ റോഡ് എത്ര മനോഹരമാണ്. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും നേരിട്ടിട്ടില്ല. ആ റോഡിന്റെ പണി പൂർത്തിയായത് എത്ര മനോഹരമായിട്ടാണ് വഴുതക്കാട് നമ്മൾ അങ്ങ് കവടിയാർ വരെയും പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സർക്കാരിന്റെ നേട്ടമാണ്. ഈ നമ്മൾ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്ത, പ്രശാന്ത് നേതൃത്വം കൊടുത്ത, ഇവരെല്ലാം അംഗങ്ങളായിരുന്ന കോർപ്പറേഷന്റെ മിടുക്കാണ് ഇതൊക്കെ ഇതെല്ലാം കാണുന്നത്. ആ മിടുക്കാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ എന്തെങ്കിലും കേരളത്തിന്റെ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ വികസനം തരാമെന്ന് പറയുന്ന കുറെ ആളുകൾ, ഞങ്ങൾ ഇതിനെല്ലാം എതിരാണെന്ന് പറയുന്ന ഒരു UDF, ഞങ്ങൾ എന്തെടുത്താൽ എല്ലാത്തിനും എതിരാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഒരു ഉദാഹരണം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ പറയുക. ഇവിടെ മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിക്കും ഒക്കെ എതിരായിട്ട് ഇവർ പറഞ്ഞു എല്ലായിടത്തും ക്യാമറ വെച്ചു, ഇതിൽ അഴിമതി ഉണ്ടെന്നാ പറഞ്ഞു. അതിൽ 2 കേസാണ് പോയത് ഹൈക്കോടതിയിലേക്ക്. ഒന്ന് പ്രതിപക്ഷ നേതാവും, ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ്. അത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന് ധരിച്ച് നടക്കുകയാണ്. ഇവർ 2 പേരും കൊടുത്തു, സർക്കാരിനെതിരെ കേസ് കൊടുത്തു. ഈ ക്യാമറ, റോഡിൽ വെച്ചേക്കുന്ന ക്യാമറ, AI ക്യാമറയിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു. ഈ 2 കേസും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. പിന്നെ അഴിമതി ആരോപണമില്ലല്ലേ? അഴിമതി ആരോപണം പൊളിഞ്ഞില്ലേ? യാതൊരു രേഖയിലില്ല. വെറുതെ ആരോപണങ്ങളാണ്, വെറുതെ പറയാം ഇത് ഭയങ്കര അഴിമതിയാണ് എന്ന് പറഞ്ഞു. അഴിമതിയല്ല, ഇതിൽ യാതൊരു അഴിമതിയുമില്ല, ഇതിൽ പറയാൻ ഒരു കാര്യമില്ല, ഇത് വെറുതെ പബ്ലിസിറ്റിക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കേസ് കോടതി, 2 പേരുടെയും കേസ് കോടതി തള്ളി. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം. ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞു സ്വർണം, ഖുർആനിനകത്ത് സ്വർണം, പിന്നെ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം, പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം. എവിടെ ആ കേസ്? എവിടെ? ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത്, അല്ല കേരള പോലീസല്ല അന്വേഷിച്ചത്. കേന്ദ്ര ഏജൻസി, ED, മറ്റത് മറിച്ചല്ല അന്വേഷിച്ചു. എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതെല്ലാം അവസാനിച്ചു പോയി. ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നില്ല.
അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം. ശബരിമല കട്ടള വോട്ട് ചെയ്യാൻ തുടക്കം കുറിച്ച് അവരുടെ കാലത്ത് നിന്നാണ് ഈ മോഷണമെല്ലാം